ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് പേപ്പർ വെച്ച് ഫിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. 2 കളർ പേപ്പർ, അതേപോലെ ഒരു ചാർട്ട് പേപ്പർ, ഒരു കട്ടിയുള്ള ഒന്നെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ബുക്കിൻ്റെ മീതെയുള്ള ആ കട്ടിയുള്ള പേപ്പർ എടുക്കാം. പിന്നെ പെൻസിൽ വരക്കാൻ വേണ്ടി ഒരു പെൻസിലും റബ്ബറും, ചെറിയൊരു സർക്കിൾ വരക്കാനുള്ള ഒരു കോയിനും എടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടിക്കാനുള്ള പശയും മുറിച്ചെടുക്കാനുള്ള കത്രികയും പിന്നെ കളർ ചെയ്യാൻ ക്രയോൺസും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ കട്ടിയുള്ള ചാർട്ട് പേപ്പറിൽ നമുക്ക് ഒരു ഫിഷിൻ്റെ പടം വരച്ചെടുക്കാം. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ടത് ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒന്നുകൂടി ഡാർക്കായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് അത് ബ്ലാക്ക് പെൻ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ക്രയോൺസ് വെച്ചിട്ട് അതിൻ്റെ വിങ്സൊക്കെ കളർ ചെയ്തെടുക്കാം. ഉള്ളിൽ കളർ ചെയ്യണ്ട, അവിടെ നമുക്ക് പേപ്പർ ഒട്ടിച്ചെടുക്കാം. കൃഷ്ണമണിയുടെ ഉള്ളിലും ബ്ലാക്ക് കൊടുക്കുക ക്രയോൺസ് വെച്ചിട്ട്. പിന്നെ കണ്ണിൻ്റെ ചുറ്റും ഒരു ഷെയ്ഡ് പോലെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളറിലെ ക്രയോൺസ് കൊടുക്കുക. എന്നിട്ട് ആ കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ കളർ ചെയ്ത് കൊടുക്കുക ക്രയോൺസ് വെച്ചിട്ട്. കളർ ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുക ബ്ലാക്ക് കളറിലെ സ്കെച്ച് പെൻ വെച്ചിട്ട്. ബാക്കി സ്ഥലത്തൊന്നും സ്കെച്ച് വെച്ച് വരക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെയെല്ലാം നമ്മൾ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കും. ഇനി നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ആ വരച്ചേക്കണ എഡ്ജിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് കളറ് കട്ട് ചെയ്ത് കളയരുത്, അതും കൂടി വെച്ചിട്ട് വേണം ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാൻ. ഫിഷ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ വെക്കണ പേപ്പർ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് പേപ്പറിന് നീളത്തിൽ വെച്ചിട്ട് 3 പ്രാവശ്യം മടക്കിയെടുക്കാം. അപ്പോൾ ആ കോയിൻ്റെ അളവിൽ നമുക്ക് കിട്ടും.
എന്നിട്ട് കോയിൻ അവിടെ വെച്ചിട്ട് അറ്റം വരെ നമുക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ UAE കോയിനാണ് എടുത്തിരിക്കുന്നത്, 25 ഫിൽസിൻ്റെ. എത്ര ചെറിയ കോയിൻ എടുക്കുന്നോ അതനുസരിച്ച് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടാക്കിയിട്ട് ഒന്ന് മടക്കി വെക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കണ്ണിൻ്റെ അകത്ത് തുടങ്ങി ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം പശ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തെടുക്കുമ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും വെക്കുക. മേൽഭാഗത്ത് പശ തേക്കണ്ട, അടിയിൽ മാത്രമേ പശ തേച്ചാൽ മതി. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുറ്റും ചെയ്തെടുക്കുക. ഒരു ലെയർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലെയർ ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ ആ ലൈൻ വരച്ചേക്കണ വരെ ഒരു കളർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ വേറെ കളർ കൊടുക്കുക. അങ്ങനെ മാറി മാറി കൊടുക്കുക. വാലിൻ്റെ അവിടെ വരുമ്പോൾ നല്ലോണം ചരിച്ചരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ അടിഭാഗം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക.
പുറകിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഭിത്തിയിൽ ഒട്ടിക്കാവുന്നതാണ്.